പതിറ്റാണ്ടിന് ശേഷം വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് പെരുങ്കളിയാട്ടത്തിന് തിരിതെളിയുകയാണ്. ശുഭാരംഭമായിട്ട് ഞങ്ങളായിരിപ്പോര് തിരുമുഖത്തെ നിങ്ങൾക്ക് ശോഭിച്ച് കാണുവാനുള്ള ഭാഗ്യത്തെ ഞാൻ ഉണ്ടാക്കി തന്നുവല്ല മനുഷ്യങ്ങളെ. ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 15 വർഷം മുന്നേ ഒരു പെരുങ്കളിയാട്ടം നടന്നു. ആ പെരുങ്കളിയാട്ടത്തിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളും നാട്ടുകാരും പങ്കെടുത്തിരുന്നു. കാലം ഏറെ പിന്നിട്ടു. 15 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ സ്ഥിതിയൊക്കെ മാറി. ബാല്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു. അതേപോലെ മറ്റ് മുച്ചിലോടുകളിൽ നിന്നുള്ള ആചാരസ്ഥാനികരുടെയും ബാല്യക്കാരുടെയും പ്രാതിനിധ്യം അതിനനുസൃതമായി വർദ്ധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സാധാരണ കളിയാട്ടം എന്ന് പറയുമ്പോൾ ആ ഭാഗത്തുള്ള ഏതാനും ചില വ്യക്തികൾ മാത്രം ക്ഷേത്ര സങ്കേതത്തിലെത്തി ദേവിയെ പ്രാർത്ഥിച്ച് അന്നദാനത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോവുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ കളിയാട്ടം നമ്മുടെ നാട്, നമ്മുടെ ദേശം ഏറ്റെടുത്തിരിക്കുകയാണ്. മുഴുവൻ ആൾക്കാരും, നാനാ ജാതി ജനങ്ങൾ, മത വിശ്വാസത്തിന് അതീതമായി എല്ലാ ജനങ്ങളും ഈ ക്ഷേത്ര സങ്കേതത്തിൽ ഇതിനകം തന്നെ എത്തിച്ചേർന്നു. ഈ പെരുങ്കളിയാട്ടം അനുവദിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഭക്ഷണം ഏകദേശം 1 ലക്ഷത്തിലധികം ആളെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും സൗകര്യം നമ്മളിവിടെ അതിന് വേണ്ടുന്ന സൗകര്യം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുച്ചിലോട്ട് ഏകദേശം 190 ബാല്യക്കാർ നമ്മളിപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കുറവ് വരുമ്പോൾ അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള കഴകത്തിൽ നിന്നെല്ലാം ആളെ ക്ഷണിച്ചിട്ടുണ്ട്. തുളുനാട് വിട്ട് വെള്ളാണ്ട് കൈയെടുക്കുന്ന കാലം നമുക്ക് കൂട്ടി രക്ഷിക്കാനും പെൺകുട്ടിക്ക് പല കൈവട്ടുന്നതിനെ എല്ലാവരും മറുപടി എന്നാലും ആ പ്രവാസകത്ത് എല്ലാവർക്ക് ആവശ്യം ബന്ധുവായ പ്രകാരം ഭൂമി കുഞ്ഞടം എന്നുള്ള പ്രകാരം ഭൂരിമാളാവും ഞങ്ങളോടും. ഇപ്പോൾ വരച്ചുവെക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നമ്മളെ കോലക്കാരനെ ഒരു നിശ്ചയിക്കുന്ന ഒരു ചടങ്ങാണ് നമുക്കിവിടെ. ഇപ്പോൾ തമ്പുരാട്ടമ്മയുടെ ആ തിരുമുടി ആയിരിക്കാണ് ഭാഗ്യം ലഭിക്കുന്നത്. അപ്പോൾ അത് കലിശം വന്നു കഴിഞ്ഞ ശേഷമാണ് അത് കളങ്ങൾ വരച്ച് ഒരു 12 രാശിയെ നിശ്ചയിച്ച് ഏത് രാശിയിലാണോ നമ്മൾ അന്ത്യത്തിരം സ്വർണം ചെരിയുന്നത് ആ രാശിയിൽ നമുക്ക് ദൈവത്തെ പരിശോധിച്ച് ദൈവഹിതം നോക്കുകയും അതിനുശേഷം കോലക്കാരനെ നിശ്ചയിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് ഈ വരച്ചുവെക്കൽ ചടങ്ങ്. ഇവിടുത്തെ ദേവി അന്നപൂർണേശ്വരിയാണ്. അതേമാതിരി വിദ്യാസ്വരൂപിണി കൂടിയാണ്. വിദ്യയെ, അമ്മയെ പരാജയപ്പെടുത്താൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. അമ്മയുടെ തിരുമുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഏത് ഭക്തനും അന്നത്തിനോ വിദ്യക്കോ യാതൊരു മുട്ടും ഉണ്ടാകില്ല എന്ന് പൂർവകാല ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. പെരുങ്കളിയാട്ടം തീരുമാനിച്ച അന്ന് മുതൽ തന്നെ മീഡിയ കമ്മിറ്റി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
കാരണം ഇതിൻ്റെ സംഘാടക സമിതിയുടെ റിപ്പോർട്ടുകൾ പത്രത്തിൽ കൊടുത്തത് തൊട്ട് അന്നു മുതലുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും പത്രമാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും മീഡിയ കമ്മിറ്റി ഇതുവരെയും സാധിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്ര സംഘാടക സമിതിയും ഏതാണ്ട് ഒരു 501 പേരടങ്ങുന്ന ഒരു സംഘാടക സമിതി ഇതിനു വേണ്ടി നിയമിക്കപ്പെടുകയുണ്ടായി. അതേപോലെ 19ഓളം ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനായി സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു. ആ സബ് കമ്മിറ്റികൾക്ക് 19 ചെയർമാന്മാരും 19 കൺവീനർമാരും നിയോഗിക്കുകയുണ്ടായി. അവരുടെ കീഴിൽ ഏതാണ്ട് 10-15 എന്ന കണക്കിന് ചെറുപ്പക്കാരും അവരുടെ സന്നദ്ധത, അതായത് ഈ കളിയാട്ടത്തിന് അവർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ള അവരുടെ സന്നദ്ധ അനുസരിച്ച് ഓരോ സബ് കമ്മിറ്റികൾ രൂപീകൃതമായിട്ടുണ്ട്. ആ സബ് കമ്മിറ്റികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതിനകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ദേവിയുടെ അനുഗ്രഹത്തിനായി ജനങ്ങൾ ഈ സ്ഥലത്തേക്ക് ഒഴുകിയെത്തുമ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യാൻ, അവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കാൻ ഒക്കെ ഇതിനകം തന്നെ ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കഴിഞ്ഞു. വിവിധങ്ങളായ കലാസാംസ്കാരിക പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും കഴിഞ്ഞ 2-3 ദിവസമായി സാംസ്കാരിക പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ സായാഹ്നങ്ങളിലും നമ്മുടെ മന്ത്രിമാരും അതുപോലെ തന്നെ നിരവധി ആളുകൾ, സാംസ്കാരിക നായകന്മാരായിട്ടുള്ള ആളുകളൊക്കെ വന്ന് വിവിധ ദിവസങ്ങളിലായി നമുക്കിവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് പല ഭാഗത്തു നിന്ന് വരുന്ന വലിയൊരു ജനസാഗരത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ള ഒരാശങ്കയാണ് നമുക്കുള്ളത്. എങ്കിലും നമ്മുടെ കമ്മിറ്റി അതിന് സുസജ്ജമാണ്. എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന ഭക്തജനങ്ങളെയും നിയന്ത്രിക്കാനുള്ള സന്നദ്ധരായിട്ടുള്ള ഞങ്ങൾ വളണ്ടിയർമാരുണ്ട്. അതുപോലെ തന്നെ പല ഭാഗത്തും നമ്മൾ ആൾറെഡി വേണ്ടുന്ന വാഹന പാർക്കിംഗ് സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ ആരോഗ്യ സുരക്ഷയുടെ കാര്യത്തിലും മെഡിക്കൽ സർവീസിൻ്റെ എല്ലാ സേവനവും ഞങ്ങൾ നേടിയിട്ടുണ്ട്. അതുപോലെ ഫയർഫോഴ്സിൻ്റെയും ക്രമസമാധാനത്തിനും വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിയിട്ട് തന്നെയാണ് വെങ്കല മുച്ചിലോട്ട് ആഘോഷ കമ്മിറ്റി തയ്യാറായിരിക്കുന്നത്.
4 ദൈവമാണ് ഇവിടെ ഉള്ളത്. 4 ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ 4 ആളല്ലേ സങ്കല്പം. തമ്പുരാട്ടി പെണ്ണുങ്ങയാണ്, കണ്ണങ്ങാട്ടുപോതിയും പെണ്ണുങ്ങ, പുളുറാളിയും പെണ്ണുങ്ങ, ദൈവം ഒരാണുകയാണ്. ഈ 3 ആൾക്ക് കാവൽക്കാരനാണ് ദൈവം.